ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഒരു കേന്ദ്രത്തിലെ മന്ത്രി എന്നുള്ളൊരു നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. അതാദ്യമേ ഞാൻ പറയാം. സിനിമാ നടൻ സുരേഷ് ഗോപി, അല്ലാതെ ഞാൻ പാർട്ടിനെയോ കേന്ദ്രത്തിലെയോ ഒന്നുമല്ല. സിനിമാ നടൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? വല്ലാത്ത വിഷമമുണ്ട് ഫേസ്ബുക്കിൽ പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ. പഴയകാല തൃശ്ശൂർ പൂരം നടത്തണം, അത് ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ശരിക്ക് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? എൻ്റെ തൃശ്ശൂർക്കാരെ, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അബദ്ധം പറ്റിപ്പോയല്ലോ. കഷ്ടമുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യങ്ങൾ. എന്താന്ന് പറഞ്ഞാൽ, ഇന്നും നൂറ്റിച്ചില്ലാനം ആൾക്കാരിൻ്റെ ശവശരീരങ്ങൾ കിട്ടാതെ തെരഞ്ഞു നടക്കുന്ന വയനാട്ടിൽ കൈ, കാല്, കണ്ണ്, നാക്ക്, മൂക്ക് എല്ലാം വേറുവിട്ട എത്രയോ ശവശരീരങ്ങൾ നമ്മളാ ശവം മറദാനം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, മറദാനം എന്നാണ് പറയുക. അത് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പൊതികളാക്കി ഓരോ അവയവങ്ങൾ മേശപ്പുറത്ത് വെച്ച് അത് വീഡിയോ പിടിച്ച് എല്ലാവർക്കും കാണിക്കുന്ന ഒരു രംഗം മനുഷ്യ ഹൃദയമുള്ള ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമാ നടൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന് ഹൃദയത്തിൻ്റെ ഭാഗത്ത് എന്താണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്? ഇയാൾ ഈ സമയത്ത് ആ നാട് മുഴുവൻ നശിച്ച് ഒന്നുമില്ലാതെ പോയ നാടിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിക്കാതെ എത്രയോ മാസങ്ങൾ കിടക്കുന്നു പിന്നെ തൃശ്ശൂർ പൂരത്തിന്. അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടന് വല്ല അതായത് സ്ഥാനം കിട്ടിയപ്പോൾ അയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എത്രയും മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യൻ, തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ നടത്തിയ ഒരു മനുഷ്യനാണ് സിനിമാ നടൻ സുരേഷ് ഗോപി. അപ്പോൾ എത്രയെത്രയോ പാവപ്പെട്ട ജനങ്ങൾ 1000, 2000, 5000, 10000 ഓരോരോ കാര്യങ്ങൾ ഈ ലോകത്തിലെ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ സംഖ്യകൾ എല്ലാം കൊടുക്കുന്നു. ഈ സിനിമാ നടൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ എന്താ കൊടുത്തിരിക്കുന്നത്? വയനാട്ടിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ആ നാടിനെ എങ്ങനെ കൈപ്പിടിച്ച് ഉയർത്തണം എന്ന് ചിന്തിക്കാതെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ എന്താ പറയുക, ആ മനുഷ്യനെ ഒന്നും ഒരു മനുഷ്യനായിട്ട് കാണരുത്. ഇത്രയും അയാൾ ഓരോരോ വാക്ക് പറഞ്ഞതിലും ഈ ആൾക്കാർ കുറേ ചിന്തിക്കാനുണ്ടായിരുന്നു. തൃശ്ശൂർക്കാരെ നിങ്ങൾക്ക് എന്തെന്നറിയോ? അയാൾ ആദ്യം പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ഒരു ജന്മം ഇനിയുണ്ടെങ്കിൽ ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞത്. മനസ്സിലായ? രണ്ടാമത് പറഞ്ഞത്, ഇതിൽ ഞാൻ പാർട്ടിനെ കലർത്തുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എത്രയോ അമ്മമാർ മക്കൾ നഷ്ടപ്പെട്ടിട്ട്, എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട്, എത്രയോ ആണുങ്ങൾക്ക് ഭാര്യമാർ നഷ്ടപ്പെട്ട്, എത്രയോ അച്ഛനമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ട്, എത്രയോ മക്കൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട്, ഈ സ്കൂളുകൾ, ആശുപത്രികൾ. ഇനി ആ നാട്ടിൽ ഒരു ഇതുണ്ടാകണമെങ്കിൽ എത്ര വർഷങ്ങളാകുന്നു എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാതെ, നമ്മൾക്ക് ഒന്നും കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ആ നാടിനെക്കുറിച്ച് നമ്മൾ സഹതിപ്പിക്കാനെങ്കിലും ഒരു മനസ്സ് കാണിക്കണ്ടേ? അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ എന്ന് പറയുമ്പോൾ
ഒരാൾ കരയുമ്പോൾ നമ്മളുടെ ഹൃദയം കരയുന്നതാണ് ഒരു മനുഷ്യധർമ്മം. അല്ലാതെ മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് ചിന്തിക്കാതെ അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ വേല, പൂരം, വെടി അത് എങ്ങനെ നടത്തണം, അത് കണ്ട് എങ്ങനെ ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന സിനിമാ നടനായ സുരേഷ് ഗോപിക്ക് ഇതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യനും എത്ര ഉയരത്തിലിരിക്കുന്നവനും ലാസ്റ്റ് ചെന്ന് അവസാനിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ട ആ ഓരോരോ കുഴികളിൽ ഓരോ പൊതികളായിട്ട് കൊണ്ടിട്ട് മൂടുന്നുണ്ടല്ലോ. അതാണ് എത്ര ഉയരത്തിൽ പോയവനും ലാസ്റ്റ് വരേണ്ടത് അവിടെയാണ്. അഹങ്കാരം, ദേഷ്യം, കോപം, അഹങ്കാരം, പണം, സ്വത്ത്, മുതൽ എന്തുണ്ടെങ്കിലും ലാസ്റ്റ് വരേണ്ടത് വയനാട്ടിലിനെ ഒരു കണ്ട് മാത്രം മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ അവയവങ്ങൾ പൊതിഞ്ഞ് കെട്ടി അതെല്ലാം ചിന്തിക്കുമ്പോൾ തലയിലൊരിത്തിരി ബുദ്ധിയുള്ളവൻ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അയാളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളിൻ്റെ ജന്മം നമ്മൾ ഓരോ മനുഷ്യർക്ക് ഓരോരോ ഇത് ഉണ്ടാവുമല്ലോ, ചിന്താഗതി. ഞാൻ എന്നുള്ളൊരു അഹങ്കാരം, ആ ഞാൻ എന്നുള്ള ഒരു അഹങ്കാരത്തിന് ഒന്നുമില്ല എന്നുള്ളത്. അതായത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സവോള പോലെയാണ്. തൊലിച്ച് 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 നോക്കുമ്പോൾ ഒന്നുമില്ല. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ലാസ്റ്റ് നമ്മൾ പോകുന്നത്. ആ വയനാടുള്ള ഓരോ കുഴികളിലും പോയി നോക്കിയാൽ മതി എന്താണ് എന്നുള്ളത്. അതാണ് മനുഷ്യൻ. അപ്പോൾ ഞാൻ തൃശ്ശൂർ പൂരത്തിന് ഇന്ന് ജീവിക്കാൻ വഴിയില്ലാതെ ഒരുപാട് പേര് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവർ നാളെ എവിടെ പോകുമെന്ന് പറഞ്ഞ് ആലോചിച്ച് കരയുന്നവരുണ്ട്. ആലോചിച്ചിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് ചിരിക്കുന്നവരുണ്ട്. അവരെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കണം എന്ന് പറഞ്ഞ് ആലോചിക്കുന്ന ഗവൺമെൻറ് ഉണ്ട്, കേരള ഗവൺമെൻറ്. ഓരോരോ ആൾക്കാരും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിനിമാ നടനായ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എത്ര നല്ല വ്യക്തിയാണ് എന്നുള്ളത് തൃശ്ശൂർക്കാർ ചിന്തിച്ചാൽ മതി. ഓക്കെ, ബൈ.